ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. രാഹു ഒരു ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും സംഭവിക്കുക? അതിലൊരു ചെറിയ ഫലം എന്താണെന്നറിയാവോ? രാഹു ഒരസിപ്പാക്കും എന്ന് പറയണ, രാഹു അരച്ചു നോക്കും, ഒന്ന് ചൊറിഞ്ഞു നോക്കും എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ജാതകത്തില് 2, 8, 7 രാഹു ഇരിക്കുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ഭാവത്തിൽ രാഹു ഇരിക്കുകയാണെങ്കിൽ ദാമ്പത്യത്തില് ചൊറിച്ചിൽ ഉണ്ടാവും. ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരസിപ്പാക്കും. അപ്പൊ 7ാം ഭാവം എന്ന് പറയുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും, ഭർത്താവാണെങ്കിൽ ഭാര്യയും ചൊറിയും. വാക്കുകൊണ്ട് നല്ലോണം ചൊറിയാനായിട്ട് സാധ്യതയുണ്ട്. ചൊറിയാന്ന് പറഞ്ഞാൽ കോർത്ത് സംസാരിക്കുക, ചൊറിഞ്ഞ് സംസാരിക്കുക, ഇളക്കി വിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ മറ്റുള്ളവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള സംസാരം, ഇൻസൾട്ടേഷൻ രീതിയിലുള്ള സംസാരമൊക്കെ വരാം. അതാണ് ചൊറിഞ്ഞു നോക്കുന്നു പറയുന്നത്. പിന്നെ രാഹു അത് ഏത് ഭാവത്തിൽ ഇരുന്നാലും അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, രാഹു ഏത് ഭാവത്തിലിരിക്കുന്നു ആ ഗ്രഹത്തിന്റെ കാരകത്വമുള്ള ആളുകൾ നിങ്ങളെ തേടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാഹുവിന്റെ മറ്റൊരു ഫീച്ചർ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് 2 ദിവസങ്ങളിൽ വരും. അതിൽ ഞാൻ നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള മറുപടിയും തരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും വരുന്നത്. അതിൽ ഇപ്പൊ പറയാൻ പോണ ഒരു സ്വഭാവം കൂടി അതിൽ പറഞ്ഞിട്ടാണ് ആ വീഡിയോ പറയുന്നത്. കാര്യം ഞാൻ മിക്കവാറും വീഡിയോ ഒരേ സമയമൊക്കെ പലതും ഷൂട്ട് ചെയ്യുന്ന എനിക്കറിയാം. അപ്പോ ഉദാഹരണം പറഞ്ഞാൽ രാഹു 7-ൽ 7ാം ഭാവത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാര്യം ഭാര്യ നിങ്ങൾക്കിട്ട് ചൊറിയും, നിങ്ങൾ ഭാര്യക്കിട്ടും ചൊറിയും. ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം കൊണ്ടുള്ള ചൊറിച്ചിൽ ഉറപ്പായിട്ടുണ്ടാവും. 2-ൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുടുംബത്തിൽ അലസകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതെല്ലാ സമയത്തും എല്ലാം ഫലിക്കില്ല. അതെന്താണെന്നും കൂടി ഇനി രാഹുവിന്റെ ഫീച്ചേഴ്സ് പറയുന്ന ഇത് കഴിഞ്ഞ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് അടുത്ത ദിവസം വീഡിയോയിൽ പറയും. ആ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക. പിന്നെ രാഹു ഒരു ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് തൃപ്തി വരൂല എന്ന് പറയും. ഉദാഹരണം 7ാം ഭാവത്തിൽ രാഹു നിന്നാൽ 7ാം ഭാവത്തിന്റെ ഫീച്ചർ ആയിട്ടുള്ള വിവാഹയം മദനാലോകെ ഭാര്യാഭർത്ത സമാഗമ ശയ്യ സ്ത്രീ സമ്മ നഷ്ടാർത്ഥം മൈഥുനാനബി സപ്തമ എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ചിട്ട് 7ാം ഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിട്ടുള്ള സെക്സ്വാലിറ്റി, ലൈംഗികത. അപ്പോൾ വിവാഹത്തിന്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ലൈംഗികതയിൽ തൃപ്തി വരത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടുള്ളതിലായിരിക്കും പലപ്പോഴും തൃപ്തി വരാത്ത. അപ്പൊ മറ്റേതിനെ തേടി പോകാനുള്ള സാധ്യത കൂടും. അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശാജനകമായിരിക്കും. ഇത് എല്ലായിടത്തും പറ്റില്ല, എല്ലായിടത്തും അത് വരില്ല. കാരണം അപ്പൊ ഗ്രഹത്തിന്റെ ഫീച്ചേഴ്സും രാശിയുടെ ഫീച്ചേഴ്സും നക്ഷത്രത്തിന്റെ ഫീച്ചേഴ്സും ഭാവങ്ങളുടെ ഫീച്ചേഴ്സും നോക്കണം. അതെന്താണെന്നുള്ള അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാരിറ്റിയിൽ പറയുന്നുണ്ട്. ലെങ്തി വീഡിയോ ആയിരിക്കും. ഓൾറെഡി ആ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 7-ൽ രാഹു വന്നു കഴിഞ്ഞാല് ഉറച്ചു നോക്കും. 7-ൽ രാഹു വന്നു കഴിഞ്ഞാല് ദാമ്പത്യം തൃപ്തി വരില്ല. അപ്പോ 10ാം ഭാവത്തിൽ രാഹു വന്നാലോ കർമ്മത്തിൽ തൃപ്തി വരില്ല. അപ്പോ മിക്കവാറും മറ്റുള്ള കസ്റ്റമേഴ്സും ക്ലയൻസ് ഒക്കെ ആയിട്ട് ഉടക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ബിസിനസ്സിൽ തൃപ്തി വരാത്ത അവസ്ഥ വരും. ചൊറിഞ്ഞു നോക്കും മറ്റുള്ളവരെ. ഇങ്ങനെ ഈ ഒരു ടിപ്സ് ആയിട്ടാണ് പലതും പറയുന്നത്. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഓരോ ഭാവത്തിലും ഓരോ ഗ്രഹങ്ങൾ ഇരുന്നാലുള്ള ഫലത്തെ പറ്റിയൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനിയും കൂടുതലായിട്ട് വേണമെങ്കിൽ വീഡിയോ പലതും ചെയ്യാം. നിങ്ങളുടെ പല കമന്റിനുള്ള റിപ്ലൈയും നാളെ കഴിഞ്ഞിട്ടുള്ള മറ്റന്നാളത്തെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ രാഹു ഒരു ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ തൃപ്തി വരില്ല. കാര്യം എന്താ? രാഹുവിന് തല മാത്രമേ ഉള്ളൂ. അപ്പൊ തല മാത്രമുള്ള രാഹു അത് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒരു തൃപ്തി വരാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് 7 രാഹു വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഈ ദോഷം വന്നെന്നില്ല. ആർക്കൊക്കെ വരും ആർക്കൊക്കെ വരില്ല എന്നുള്ളത് നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തെ വീഡിയോ കണ്ടാൽ മതി. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇനി കേതുവിന് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വേണം. ഓം അഗത്തീശ്വരായ നമഃ.